എനിക്ക് സന്തോഷം. സന്തോഷം. എൻ്റെ കുഞ്ഞ് നന്നാവുന്നത് സന്തോഷം. സന്തോഷം. ഞാൻ ഇപ്പം നിൽക്കുന്നത് സ്പെയിനിലാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ സ്പെയിനിലെ ഒരാളെ കാണിച്ചിരുന്നാട്ടെ. ഇതാരെന്ന് മനസ്സിലായേ? ഇപ്പൊ ലാമിൻ യമാലിന്റെ വീട്ടിലാണ് ഇപ്പൊ ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നാണ്. ആണോ? ലാമിൻ യമാലാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ചു ആണോ? ഒറിജിനൽ ലാമിൻ യമാല് മലയാളം പറയുന്ന ആള്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. കറക്റ്റ് മോന്റെ വീട് ഇവിടെ വരുന്നത് പരോട്ടം. ഇപ്പം കൊല്ലം ജില്ലയിലാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടുകാരനാണ് ലാമിൻ യമാല്. ഇപ്പൊ വേറെ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഒത്തിരി പേര് പറയുന്നേ സത്യം പറഞ്ഞത് ആണ്, ഇത് ക്രിയേറ്റ് ചെയ്തതാണ്, ഇങ്ങനൊന്നും അല്ല. കണ്ടായിരുന്നു, കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് തോന്നി വൈറലായപ്പോ? സന്തോഷമുണ്ട്. എയർലൈൻ കയറി അങ്ങനെ ഏറി കയറി അതോരോ കമന്റുകളിൽ തന്നെ കയറുന്നുണ്ട്. പിന്നെ അല്ലാതെ കുറെ ട്രോൾ മീഡിയാസ് വീഡിയോ. സന്തോഷമുണ്ടല്ലേ? പെട്ടെന്ന് ഇങ്ങനെ വൈറലാവുന്ന പ്രതീക്ഷ. എവിടെ ആയിരുന്നു എല്ലാരും ചോദിക്കുന്നത്? എവിടെ ആയിരുന്നു നീ? ഫുട്ബോൾ ഫൈനൽ സമയത്തൊക്കെ എവിടെ ആയിരുന്നു? അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആരും കണ്ടില്ലേ നിന്നെ? കണ്ടായിരുന്നു. എല്ലാരും ഇടയ്ക്കിടയ്ക്ക് പറയും വീഡിയോ എടുക്കും. പിന്നെ നമ്മളങ്ങനെ വീഡിയോ പറഞ്ഞു. ഇതാ നാണക്കേടുണ്ടല്ലേ? സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്ന് പൊക്കി ഇങ്ങനെ കൊണ്ട് നിർത്തിയത്. അവന് വീഡിയോ എടുക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല അല്ലേ? ഇല്ല. പത്താം ക്ലാസ് പഠിക്കുന്നത്? ഞാൻ 10th. 10ാം ക്ലാസ്സിൽ. ഹാപ്പിയാണ് ഇപ്പം? ഫുട്ബോളൊക്കെ കളിക്കും? കളിക്കും. സ്കൂൾ ടീമിലുണ്ട്. ആണ്. ടീമിലൊക്കെ ഉണ്ട്. ഫുട്ബോളൊക്കെ കളിക്കും. ഇപ്പൊ നമുക്ക് ഒരു അമ്മമ്മയെന്നാ? അച്ചാമ്മ. അച്ഛമ്മ വൈറലായി ഇവൻ, അറിഞ്ഞോ? എന്തോ സാറ് കൊണ്ടുവന്ന് കേക്കൊക്കെ മുറിച്ച് ഇന്നലെ ഇമോട്ട് സാറും എല്ലാരും വന്നു ഇതൊക്കെ കൊടുത്തു. ലാമിൻ യമാലിന്റെ അച്ചാമ്മ അല്ലേ? പപ്പാടമ്മ. ഇപ്പൊ യമാലിന്റെ അച്ഛന്റെ അമ്മയാണ് നിൽക്കുന്നത്. ഇപ്പൊ ആൾക്കാരൊക്കെ തിരക്കി വരുന്നുണ്ടോ? അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ അവന്റെ ആൾക്കാരൊക്കെ അറിയുന്നു? എനിക്ക് സന്തോഷം. സന്തോഷം. എൻ്റെ കുഞ്ഞ് നന്നാവുന്നത് സന്തോഷം. സന്തോഷം. പ്രിയപ്പെട്ട എല്ലാ മലയാളികൾക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഹാപ്പി ഓണം.